ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യ ബാംഗ്ലൂർ തുടങ്ങിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലേ? ഞങ്ങളിവിടെ 1-2 തവണ വന്നിരുന്നെങ്കിലും അന്നൊക്കെ നല്ല തിരക്കായിരുന്നത് കാരണം കാര്യമായിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ അമ്മയും അച്ഛനും ബാംഗ്ലൂർ വന്നപ്പോൾ അവരെ ഒന്ന് കൊണ്ടുവന്ന് ഈ മോള് കാണിക്കാം എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ ഞങ്ങൾ പോകുന്നതാണ്. ആദ്യത്തെ ആ ഒരു റഷും ഇതൊക്കെ ഇപ്പം ഒന്ന് സെറ്റിലായിട്ടുണ്ട്. ആദ്യമൊക്കെ ഇത് തുടങ്ങിയ ഇടയ്ക്ക് നോർത്ത് ബാംഗ്ലൂർ നല്ല റഷായിരുന്നു. കുറേ പേർക്കൊക്കെ ഫ്ലൈറ്റ് മിസ്സായി ഈ മോളിലേക്കുള്ള ട്രാഫിക് കാരണം ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് ജക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ മോള് യലഹങ്കയിലാണ്. ഞങ്ങൾക്കതുകൊണ്ട് ഈ മോൾ തൊട്ടടുത്താണ്. ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഞങ്ങൾക്ക് ഈ മോളിലേക്ക് ഉള്ളൂ. ഇനി എങ്ങനെ തന്നെയാണെങ്കിലും ബാംഗ്ലൂരിലൊരു 2 ദിവസം വന്ന് നിൽക്കുന്നവർ, 2-3 ദിവസത്തേക്ക് വരുന്നവരും ബാംഗ്ലൂർ സ്റ്റേ ചെയ്യുന്നവരും എന്തായാലും ഈ മോളൊന്ന് വന്ന് കണ്ടിരിക്കണം എന്ന് തന്നെ ഞാൻ പറയും. കാരണം അത്രയും അവർ എഫേർട്ടിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു മോളാണിത്. നമുക്ക് ഈ വീഡിയോയിൽ ഒരു പരിധി വരെയൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്തുമാത്രം എഫേർട്ട് അവർ ഈ മോളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഒന്ന് വന്ന് കാണുന്നവർ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ പ്ലാനിങ്ങിൽ അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഈ മോളിൻ്റെ ഓരോ ന്യൂക്ക് ആൻഡ് കോർണറിലും ഓരോ ഡിസ്റ്റിങ്റ്റീവായിട്ടുള്ള കാഴ്ചകളാണ്. അതൊക്കെ ഒരു നല്ല അനുഭൂതി തന്നെയാണ് നമുക്ക് തരാം. എന്നാൽ ഇത്രയും അവർ ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ കാഴ്ചകൾ അവർ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം ഒരു കുത്തി നിറച്ച പോലെയോ അതിൻ്റേതായ ഒരു കൺഫ്യൂഷനോ ക്ലട്ടേർഡായിട്ടോ നമുക്ക് തോന്നില്ല. അതിന് തക്ക സ്പേസും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് നിന്ന് നടന്ന് കാണാൻ അത്രയും ബുദ്ധിമുട്ടും ഫീൽ ചെയ്യില്ല. എന്നാൽ കുറച്ച് അധികം സമയം ഈ മോള് മുഴുവൻ കണ്ടു തീർക്കണമെങ്കിൽ എടുക്കും. ഫോട്ടോസൊക്കെ എടുത്ത് വരുമ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് അങ്ങനെ അതിനനുസരിച്ചുള്ള വ്യൂ ആണ്. ഇത് തന്നെ കണ്ടില്ല, ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് പോലെയൊക്കെ അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഓരോ ഫ്ലോറിൽ നിന്നും കാണുന്ന കാഴ്ചകൾ വ്യത്യാസമാണ്, ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും കാണുന്ന കാഴ്ചകൾ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ് ഈ മോള്. പിന്നെ ഇവിടുത്തെ പർച്ചേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാം തന്നെ ലക്ഷറി ബ്രാൻഡ്സ് ആണ്. പിന്നെ മാക്സ്, ട്രെൻഡ്സ്, ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെ കുറച്ച് ഐറ്റംസ് നോർമൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഒട്ടുമിക്ക എല്ലാം ലക്ഷറി ബ്രാൻഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ എന്നാലും ഒന്നും പർച്ചേസ് ചെയ്തില്ലെങ്കിലും ഈ മോളൊന്ന് വന്ന് കാണുക. പിന്നെ പാർക്കിങ്ങും എനിക്ക് തോന്നുന്നു 1 ഹവറിലേക്ക് 120 എന്തോ ആണ് പാർക്കിങ്. നോർമൽ മോൾസിലെ പോലെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിംഗ് ഫ്രീ. അങ്ങനെ ഒരു എമൗണ്ടിന് മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിംഗ് ഫ്രീ ആക്കി തരുന്നൊന്നുമില്ല. ബട്ട് ഈവൻ ദെൻ ഒരു ഊബർ എടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി എടുത്തിട്ടാണെങ്കിലും ഒന്ന് വന്ന് കണ്ട് നോക്കുക. കാരണം അതിന് മാത്രം അവർ ആ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ മോള് സെറ്റ് ചെയ്യാൻ വേണ്ടി. ആ എഫേർട്ട് നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഒന്ന് വരിക. ആദ്യത്തെ ഹൈപ്പൊക്കെ ഒന്ന് ഹൈപ്പ് കുറഞ്ഞൊന്നുമല്ല, ആദ്യത്തെ റഷ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോർത്ത് ബാംഗ്ലൂർ താമസിക്കുന്നവർക്ക് സുഖമായിട്ട് വന്ന് പോവാം. സൗത്തിൽ നിന്നാണെങ്കിലും സെൻട്രൽ ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും വന്ന് കണ്ട് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നൊന്ന് ഈ മോള് കണ്ട് നോക്കുക എല്ലാവരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാം ഈ മോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായിന്ന്. പക്ഷേ ഇത്രയും നാൾ ഇവിടുത്തെ തിരക്ക് കാരണം ഒരു പ്രോപ്പർ വീഡിയോയും ഫോട്ടോസൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പം നടന്ന് കണ്ട് വീഡിയോസൊക്കെ എടുത്ത് ആണ് ഈ വീഡിയോ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ബാംഗ്ലൂർ 2-3 ദിവസത്തേക്ക് വരുന്നവരും ബാംഗ്ലൂരുള്ളവരും ഇതുവരെ ഈ ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ വരാ. കുറച്ച് നേരം ഏകദേശം ഒരു ദിവസം ഇവിടെ പോകും കേട്ടോ. 1 ദിവസം എന്തായാലും പോവും ഫുൾ കണ്ട് തീർക്കാനായിട്ട്.
അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ ഈ മോളിലേക്കുള്ള വിസിറ്റ് നിങ്ങൾ കണക്കാക്കി വരിക. നിങ്ങൾ വന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും എങ്ങനെയുണ്ട് ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത ഹൈപ്പൊക്കെ പോലെ തന്നെയാണോ എന്ന് കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ ബൈ.